നമുക്കൊരു വാമ്പയർ സ്റ്റോറി കേൾക്കാം. കറന്റ് ഓൺഗോയിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന കൊറിയൻ ബിയലായ സ്വീറ്റ് ബ്ലഡിന്റെ എപ്പിസോഡ് 1 എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ അധികം വൈകാതെ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അതായത് ആ വീഡിയോയിൽ ഒരാൾ എന്നിട്ട് പറയുവാണ്, ഇന്ന് രാത്രി ഒരു പ്രത്യേകതയുണ്ട്. അതായത് ടോട്ടൽ ലൂണാർ എക്ലിപ്സ് ആണ്, പൂർണ്ണചന്ദ്ര ഗ്രഹണമാണ്. അതിന്റെ കൂടെ തന്നെ ബ്ലഡ് മൂണും കൂടെ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഭാഗ്യം കിട്ടി, ഇനി ഈ ഭാഗ്യം നമ്മുടെ മക്കളുടെ തലമുറയ്ക്ക് പോലും കിട്ടിയാൽ ഭാഗ്യം, ആ ഒരു രീതിയിൽ പറയുവാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കാണിക്കുന്നത് ഒരു 3 ഫ്രണ്ട്സ് ഒന്നിച്ചിരിക്കുകയാണ്. അവരവിടെ കള്ളു കുടിക്കുകയും കുറച്ച് ഫുഡ് കഴിക്കുകയും എന്തോ എൻജോയ് ചെയ്യുവാണ്. അതിൽ 2 പെണ്ണും ഒരു ചെക്കനുമാണ്. ആൻഡ് ഈ ചെക്കനാണ് ഈ വീഡിയോ കാണുന്നത്. സോ ഈ ഒരു പെണ്ണത് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ പറയുന്നത്, എനിക്കിത് കേട്ടിട്ട് ഒരു അമേസിംഗ് ആയിട്ട് തോന്നില്ല, എനിക്ക് പ്രത്യേകത ഒന്നും തോന്നില്ല എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, എന്തോന്ന് ജസ്റ്റ് ബ്ലഡ് മൂണ്, അതിനെന്താ ഇതിന് മാത്രം പ്രത്യേകത? അപ്പൊ ഇവൻ പറയുവാണ്, ഇത് 100 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ അവളുടെ കൂടെയുള്ള മറ്റേ പെൺകുട്ടി പറയുകയാണ്, ആഹാ കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുത്ത് വെക്കാം, ഇനിയും ചിലപ്പോൾ നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയില്ലെങ്കിലോ, സോ നമുക്ക് ആ ഒരു ഫോട്ടോ എടുത്ത് വെക്കാമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവൻ പറയുന്നുണ്ട്, ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് 100 വർഷത്തിൽ, എല്ലാ 100 വർഷത്തിൽ ഒരിക്കലും ഇത് സംഭവിക്കും. ആ ടൈമിൽ ഒരു ഡോറ് ഓപ്പൺ ആവും എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ പെണ്ണിന്റെ വിശ്വാസമാകുന്നില്ല. ഇവള് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെ ഈ പറയുന്നത്, സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാതെ കുറച്ച് ലോജിക്കോടെ സംസാരിക്കുക. അപ്പൊ ഇവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയോ വാമ്പയേഴ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ആ മറ്റേ പെണ്ണ് പറയുന്നുണ്ട്, ആ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ പെണ്ണ് പറയുന്നുണ്ട്, വാമ്പയേഴ്സോ മറ്റേ പുള്ളിയല്ലേ, മറ്റേ കഴുത്തെ ചോര മുറിഞ്ചു കുടിക്കുന്ന ആ ഒരു ടൈപ്പ് സാധനങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ അവര് തന്നെ, അവര് വരും. അതായത് 100 വർഷത്തിലൊരിക്കൽ ഈ ഒരു ഹ്യൂമൻ വേൾഡിനും വാമ്പയർ വേൾഡിനും ഇടയ്ക്കുള്ള ആ ഒരു ഡോറ് തുറന്നിട്ട് അവർ കയറി വരും. ഇന്ന് രാത്രിയാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പെണ്ണ് പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കുറേ സീരീസും സിനിമയും കണ്ടിട്ട് കുറേ കള്ള കഥകളൊക്കെ അവൻ കെട്ടിച്ചമയ്ക്കുന്നുണ്ട്, ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവൻ പറയുന്നു, ഞാൻ ആദ്യം ആ കഥ പറയാം, ആ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു പറഞ്ഞുകൊണ്ട് അവൻ ആ ഒരു ഡോറിന്റെ കഥ, അതായത് ആ ഒരു വാമ്പയർ സ്റ്റോറി പറയുവാണ്. കഥ എന്താന്ന് വെച്ചാൽ, ഒരു വാമ്പയർ കിങ് ഉണ്ടായിരുന്നു. അയാൾ ഒരു മനുഷ്യ സ്ത്രീയുമായിട്ട് ഇഷ്ടത്തിലാവുകയാണ്. അതോടുകൂടി ഹ്യൂമൻ വേൾഡിനും വാമ്പയർ വേൾഡിനും ഇടയ്ക്കായിട്ട് ഒരു ഡോർ വരികയും ആ ഡോർ ക്ലോസ് ആവുകയും ചെയ്യുന്നു. അന്ന് മുതൽ വാമ്പയേഴ്സിന് ഹ്യൂമൻസിന്റെ ബ്ലഡ് കുടിക്കാൻ പാടില്ല, അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമായി മാറുവാണ്. ആൻഡ് ഈ കിങ്ങിനാണെങ്കിൽ 2 മക്കളുണ്ട്. മൂത്ത മോന്റെ പേര് ലൂസിയൻ, അവനാണെങ്കിൽ ഒരു പ്യുവർ വാമ്പയർ ആണ്. ദെൻ സെക്കൻഡ് വൺ, ഇളയ മോൻ എന്ന് പറഞ്ഞാൽ അവന്റെ പേര് ലൂസിഫർ. അവന്റെ പ്രത്യേകതയുണ്ട്, അവൻ ഹാഫ് ബ്ലഡഡ് ഹ്യൂമനും ഹാഫ് ബ്ലഡഡ് വാമ്പയറും ആണ്, പകുതി മനുഷ്യനും പകുതി വാമ്പയറും. സോ ഭയങ്കര ട്രബിൾ മേക്കറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഈ ഡോർ 100 വർഷത്തിലൊരിക്കൽ തുറക്കുമ്പോൾ ഇവനാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഇവന് ഭയങ്കര ഹ്യൂമൻ ബ്ലഡിനോട് ഭയങ്കര ക്രേവിങ്സ് ആണ്. അതുകൊണ്ട് ഇവനാണ് ഈ വന്നിട്ട് ഈ ബ്ലഡ് എല്ലാം കുടിക്കുന്നത്. ആൻഡ് ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 പെൺകുട്ടികൾ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിട്ട് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ആ ടൈമിൽ ഈ കഥ പറയുന്നവന്റെ എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ട്. അവൻ കുറച്ചിങ്ങനെ സീരിയസ് ആയിട്ടാണ് കഥ പറയുന്നത്. ആൻഡ് അവൻ എൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇന്ന് രാത്രി ലൂസിഫർ വരും ആൻഡ് അവൻ നിങ്ങളെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ പെണ്ണുങ്ങൾക്ക് ഞെട്ടുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഭാവെന്ന് വെച്ചിട്ട് പറ്റിച്ചേന്ന് പറയുന്നുണ്ട്. 2 പെണ്ണുങ്ങൾ നല്ല കിടുക്കാച്ചയായിട്ട് പേടിക്കുന്നുണ്ട്. ആൻഡ് ഇവർ പേടിച്ച് കഴിഞ്ഞിട്ട് അതിലൊരു പെണ്ണ് ഇവരോട് പറയാണ്, കുറേ ഉള്ള സിനിമയും കണ്ടിട്ട് അവൻ വന്നിട്ടുണ്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പെണ്ണിന് ദേഷ്യം വരും, അവളെ പേടിച്ചു പോയല്ലോ. ആൻഡ് ഇവനങ്ങ് സന്തോഷമായി, കാരണം അവളെ അങ്ങ് പേടിപ്പിക്കാൻ പറ്റിയല്ലോ. ആൻഡ് ഇവൻ ഇതും പറഞ്ഞുകൊണ്ട് ഒരറ്റത്തേക്ക് തിരിഞ്ഞിട്ട്, എൻ്റെ കഥ എങ്ങനെ ഉണ്ടായിരുന്നു മീനു എന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഇവിടുന്ന് നമ്മളെ വേറൊരാളെ കാണിക്കുവാണ്. ഇത് നമ്മുടെ കഥാനായകനാണ്, ഇവന്റെ പേര് മിനു എന്നാണ്. മിനു അവിടെ ഇരുന്ന് എന്തോ പഠിക്കുക. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്, എടാന്ന്. അപ്പോൾ പെട്ടെന്ന് മിനു ഈ ചെവിയിൽ ഇത് ഊരിയിട്ട്, ഓ സോറി ഗൈസ്, ഞാൻ നിങ്ങൾ പറഞ്ഞ ഒന്നും കേട്ടില്ല. അതായത് മിനു ഈ വാമ്പയറിന്റെ സ്റ്റോറി ഒന്നും കേട്ടിട്ടില്ല. അവന്റെ ചെവിയിൽ ഇയർഫോൺ ആയിരുന്നു, അവൻ ഇയർഫോൺ വെച്ചിരുന്ന് പഠിക്കുക. ആൻഡ് ഈ പെണ്ണ് ചോദിക്കുന്നുണ്ട്, എടാ നീ ഇവിടെ വന്നിട്ട് ഇരുന്ന് പഠിക്കുകയാണോ, ബാ നമ്മുടെ കൂടെ ജോയിൻ ആവാം, നമ്മളിവിടെ കുറച്ച് സന്തോഷിക്കാനല്ലേ വന്നേക്കുന്നത്, ബാ ഇങ്ങോട്ട് പോകാന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, എനിക്ക് പാർട്ട് ടൈം ജോലി കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം ആകപ്പാട് ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്, സോറി ഗൈസ് നിങ്ങളുടെ കൂടെ എനിക്കിപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതിൽ പെണ്ണ് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോനെ, നിന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുത്തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ പറ്റത്തില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവൻ ആ ടൈമിൽ ഫോണിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ ഷിഫ്റ്റിൻ്റെ ടൈമായി. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട്, എൻ്റെ ഷിഫ്റ്റിൻ്റെ ടൈമായി ഗൈസ്, ഞാൻ എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കോ എന്ന് പറയുന്നുണ്ട്. ദെൻ ഇവൻ ഇങ്ങനെ എഴുന്നേക്കാൻ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, എടാ നിനക്ക് പിന്നെ നോസ് ബ്ലീഡിങ് തുടങ്ങിയിട്ടുണ്ട്, മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ടെന്ന്. ആ ടൈമിൽ ഇവൻ, ഈ പണ്ടാരം പിന്നെയും തുടങ്ങിയോ എന്നുള്ള രീതി നോക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം ഇതിവന് സാധാരണ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ട് വലിയ സർപ്രൈസ് ആയിട്ടൊന്നും കാണുന്നില്ല. ഇവൻ എന്നിട്ട് മൂക്കും തുടച്ചിട്ട് നൈസായിട്ട് എഴുന്നേക്കുന്നുണ്ട്. എഴുന്നേൽക്കുമ്പോൾ ഇവന്റെ തല ഇറങ്ങുവാണ്. തല ഇറങ്ങിയിട്ട് ആ സ്പോട്ടിൽ തന്നെ അവിടെ വീഴുവാണ്. അപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് എല്ലാം ഓടി പോകുന്നുണ്ട്, മിനു എന്നും വിളിച്ചുകൊണ്ട് ഓടി പോകുന്നുണ്ട്. ദെൻ അവിടുന്ന് സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ട് വീണ മിനുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാണ്. ആൻഡ് മിനു കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് ഹോസ്പിറ്റലിന്റെ സീലിങ്ങും ഫാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ദെൻ മിനു ഒന്ന് അത്ഭുതപ്പെടുന്നുണ്ട്, ഞാൻ എങ്ങനെയാ അപ്പോൾ ഇവിടെ എത്തിയെന്ന്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഡോക്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്ന മിനുവിനെയാണ്. ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, ആൻഡ് എപ്പോഴും ഇങ്ങനെ നോസ് ബ്ലീഡിങ് വരാറുണ്ടോ,
വന്നതിന് ശേഷം ഇങ്ങനെ ബോധം കെട്ട് വീഴാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മിനു പറയുന്നുണ്ട് നോസ് ബ്ലീഡിങ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ബട്ട് ഞാനിങ്ങനെ തല ഇറങ്ങിയൊന്നും വീഴാറില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തല ഇറങ്ങി വീണത് എന്ന് പറയുന്നുണ്ട്. ദെൻ ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട് എൻ്റെ ബ്ലഡിൻ്റെ സാമ്പിൾ വെച്ചിട്ട്, എനിക്കതിലൊരു അൺയൂഷ്വൽ റിയാക്ഷൻ കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മിനു ചോദിക്കുന്നു അൺയൂഷ്വൽ റിയാക്ഷനോ, അതെന്താ സംഭവം, എന്താ കണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത് സാധാരണ ഒരാളുടെ ബ്ലഡ് സെൽസ് പോലെയല്ല നിൻ്റെ സെൽസ്, അതിൽ നിന്ന് ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സെൻറ്റ് വരുന്നുണ്ട്, ബാക്കിയുള്ളവരെക്കാട്ടിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനം. ഇതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിനെ മാത്രമല്ല, ചില സമയത്ത് ആനിമൽസിനെയും ഇൻസെക്റ്റിനെയൊക്കെ അവർക്കൊക്കെ പെട്ടെന്ന് നിൻ്റെ ബ്ലഡിൻ്റെ സ്മെൽ അടിക്കാൻ പറ്റും, അവരെ വല്ലാണ്ട് അത് അട്രാക്ട് ചെയ്യും, അങ്ങനത്തെ ഒരു ബ്ലഡാണ് നിൻ്റെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിനുവിനൊന്നും മനസ്സിലാവുന്നില്ലേ, ഇതൊക്കെ എന്താ സംഭവം എന്നുള്ള രീതി നമ്മുടെ മിനു ഇരിക്കുവാണ്. ആൻഡ് നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് ഇതിൻ്റെ ബ്ലഡ് ഭയങ്കര വീക്കാണ്, അതായത് ബ്ലഡ് വെസൽസ് എല്ലാം ഭയങ്കര വീക്കാണ്, സോ കുറച്ച് പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് മിനു ചോദിക്കുന്നുണ്ട് ഇതിനെ തടയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുവാണ് അൺഫോർച്ചുനേറ്റ്ലി ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല, നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നീ മാക്സിമം ബ്ലീഡിങ് വരുന്നത് കുറയ്ക്കണം. നിനക്ക് ബ്ലീഡിങ് ഇനി ചെറുതായിട്ടെങ്കിലും ബ്ലഡ് പോവുകയാണെങ്കിൽ നീ അപ്പം തലകറങ്ങി വീഴും. അങ്ങനെ തലകറങ്ങി വീണാൽ അത് മരണത്തിന് വരെ കാരണമാകാം. അപ്പം നിന്നെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ മാക്സിമം നോസ് ബ്ലീഡിങ്, പിന്നെന്താണ് മുറിവ് പറ്റുന്ന കാര്യങ്ങളിലൊന്നും ഏർപ്പെടാണ്ടിരിക്കുക, ബ്ലഡ് പോവാതെ മാക്സിമം നോക്കുക എന്ന് പറയുന്നു. ദെൻ അവിടെ മിനു ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാണ്. നമ്മുടെ മിനു ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്പീഡിൽ നടക്കുവാണ്, കാരണം ഷിഫ്റ്റിനുള്ള ടൈമായി, ലേറ്റായി. ആൻഡ് ഇവന് ബോസിനെ വിളിക്കുന്നുണ്ട്, ബോസിനാണെങ്കിൽ കോള് കിട്ടുന്നില്ല. ആൻഡ് ഇവന് റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ ഇവനിവിടെ വന്ന് നിൽക്കുമ്പോൾ അവിടെ സിഗ്നൽ വീണിട്ടുണ്ട്, ഇവന് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇവനിവിടെ നിൽക്കുവാണ്. ആ ടൈമിൽ പെട്ടെന്ന് ബോസ് കോൾ എടുക്കുന്നുണ്ട്. ആൻഡ് ബോസ് പറയുന്നുണ്ട് നീ ഇന്ന് 30 മിനിറ്റ് ലേറ്റ് ആണ്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് സുഖമില്ലായിരുന്നു, ഞാനിന്ന് ഹോസ്പിറ്റലിൽ വരെ പോയതാണ്. സോ ബോസ് പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ലേറ്റ് ആവുകയാണെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും, ഒരു എക്സ്ക്യൂസും ഉണ്ടാവില്ല. അപ്പോൾ ഇവൻ പറയുന്നത് ബോസ് ഞാനിപ്പോൾ 10 മിനിറ്റിനുള്ളിൽ എത്തിയേക്കാം, റിയലി സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. ആൻഡ് നോക്കുമ്പോൾ സിഗ്നൽ ഇതുവരെ മാറിയിട്ടില്ല, ഇവനാണെങ്കിൽ ക്രോസ് ചെയ്യണം. ഇവൻ ഇന്നത്തെ ദിവസം എൻ്റെ പോക്കാണല്ലോ ദൈവം എന്ന് നോക്കിയിട്ട് ചുമ്മാ ആകാശത്തേക്ക് നോക്കുമ്പോൾ മൂൺ കാണുന്നുണ്ട്, പൂർണ്ണചന്ദ്രനെ കാണുന്നുണ്ട്. ആൻഡ് നമ്മളെ അവിടെ കാണിക്കുന്നുണ്ട് ആ പൂർണ്ണചന്ദ്രൻ എന്താണ് ഒരു റെഡ് കളർ ഇങ്ങനെ വരുന്നുണ്ട്, അത്രയും കാണിക്കുന്നുണ്ട്. ബട്ട് മിനു വലിയ ശ്രദ്ധിക്കുന്നില്ല. അതിൽ നോക്കിയിട്ട് നേരെ നോക്കുമ്പോൾ ഇവന് പോകാനുള്ള സിഗ്നൽ വന്നിട്ടുണ്ട്. അങ്ങനെ മിനു റോഡ് ക്രോസ് ചെയ്യുവാണ്. ക്രോസ് ചെയ്യുന്ന സമയത്ത് റോങ് ആയിട്ട് ഒരു കാർ വന്നിട്ട്, അതായത് കാർ പാസ് ചെയ്യാൻ പാടില്ല, ബട്ട് കാർ വന്നിട്ട് നമ്മുടെ മിനുവിനെ ഇടിച്ചിടുവാണ്. ഇപ്പം ഡോക്ടർ പറഞ്ഞു വിട്ടതേ ഉള്ള ബ്ലീഡിങ് ആവാൻ പാടില്ല എന്ന്. അങ്ങനെ റോഡിൽ ചോരയിൽ കുളിച്ച് നമ്മുടെ മിനു കിടക്കുവാണ്. ദെൻ കാർ നിർത്തുന്നുണ്ട് കേട്ടോ, നിർത്തിയിട്ട് അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബട്ട് അയാൾ വിചാരിച്ചു നമ്മുടെ മിനു മരിച്ചു പോയെന്ന്. സോ അയാൾ പേടിച്ചിട്ട് വണ്ടി എടുത്ത് മൈൻഡാക്കാണ്ട് വേഗം പോവുക ചെയ്യുന്നത്. ബട്ട് നമ്മുടെ മിനു അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. മിനു അവിടെ കിടന്നിട്ട് കുറച്ച് ബോധത്തിൽ ഹെൽപ്പ് മീ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ടൈമിൽ നമ്മളെ ആകാശത്ത് ചന്ദ്രനെ കാണിക്കുന്നുണ്ട്. ആ 100 വർഷത്തിലൊരിക്കൽ വരുന്ന ബ്ലഡ് മൂൺ ആയിട്ടുണ്ട്, അതായത് മൂൺ ഫുള്ള് പൂർണ്ണചന്ദ്രൻ മുഴുവനായിട്ട് റെഡ് കളറിലായിട്ടുണ്ട്. നമ്മുടെ മിനു ആണ് സ്റ്റിൽ അവിടെ അനങ്ങാൻ പറ്റാതെ കിടക്കുവാണ്. ആ ടൈമിൽ നമ്മളെ കാണിക്കുന്നുണ്ട് ഒരാൾ നടന്നു വരുന്നുണ്ട്. ആൻഡ് മിനു ഇത് ചെറിയ കാഴ്ചകൾ നോക്കുന്നുണ്ട്. ദെൻ ഈ ആളെയാണ് നമ്മളെ കാണിക്കുന്നത്. ആളെ അടുത്ത് വരുമ്പോൾ കാണിക്കുമ്പോൾ കണ്ണ് റെഡ് കളറാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു മനുഷ്യനല്ല, ഇതൊരു വാമ്പയർ ആണ്. ദെൻ ഇത് മിനുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ മിനുവിന്റെ കഴുത്തെ പിടിച്ചിങ്ങനെ ഉയർത്തുന്നുണ്ട്, തല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉയർത്തുന്നുണ്ട്. അപ്പോൾ മിനു ചോദിക്കുന്നുണ്ട് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ വാമ്പയർ അതിനുള്ള മറുപടി അല്ല പറയുന്നത്. വാമ്പയർ പറയുന്നത് കുറച്ച് നേരമായിട്ട് എനിക്ക് ഈ സ്മെൽ അടിക്കുന്നുണ്ട്, ഞാനത് എവിടെ നിന്നാണ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിന്റെ അടുത്ത് നിന്നാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, നിന്റെ ബ്ലഡിന്റെ സ്മെൽ നല്ല സ്വീറ്റ് സ്മെല്ലാണ് വരുന്നത്, അതിന്റെ വിശപ്പ് കൂട്ടുവാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വാമ്പയർ അവന്റെ ആ പല്ല്, അതായത് ചോര കുടിക്കുന്ന വലിയ പല്ല് ഉണ്ടാവൂലേ, ആ പല്ല് പുറത്തേക്ക് എടുക്കുവാണ്. ആൻഡ് ഓൾസോ ആ സ്പോട്ടിൽ തന്നെ മിനുവിന്റെ കഴുത്ത് കടിച്ചിട്ട് ചോര കുടിക്കുവാണ്. ദെൻ ചോര കുടിച്ച് കഴിഞ്ഞിട്ട് വാമ്പയർ എഴുന്നേക്കുക. അപ്പം നമ്മളെ കാണിക്കുന്നുണ്ട് ആ മൂൺ എന്ന് പറയുന്നത് ബ്ലഡ് മൂൺ അങ്ങ് മാറി നോർമൽ പൂർണ്ണചന്ദ്രനായിട്ട് നിൽക്കുവാണ്. ദെൻ നമ്മൾ വാമ്പയർ എഴുന്നേറ്റിട്ട് നടന്നങ്ങ് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള റിയാക്ഷൻ നമ്മുടെ വാമ്പയറിന് വരുവാണ്, അതായത് തല കറങ്ങുവാണ് വാമ്പയറിന്. ആൻഡ് വാമ്പയർ ചോദിക്കുന്നുണ്ട് ഇതെന്താ എനിക്ക് ഇത്രയും നാളില്ലാത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് സ്പോട്ടിൽ തന്നെ നമ്മുടെ വാമ്പയർ അവിടെ വീഴുവാണ്. വാമ്പയർ ഇവിടെ വീഴുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ മിനു ആണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുവാണ്. നമ്മുടെ മിനുവിന്റെ മേത്ത് മറ്റേ ആക്സിഡന്റ് പറ്റിയപ്പോൾ കുറച്ച് മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ മുറിവുകളെല്ലാം തന്നെ ഹീലാവുകയാണ്, എല്ലാം ഡിസപ്പിയർ ആയി പോവാണ്. ആൻഡ് നമ്മുടെ മിനു ആണെങ്കിൽ അവന്റെ കണ്ണ് തുറക്കുവാണ്. അവന്റെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് അവന്റെ കണ്ണ് റെഡ് കളറിലായിട്ട് നിൽക്കുവാണ്. ഇതോടുകൂടി എപ്പിസോഡ് 1 അവസാനിക്കുവാണ്. സോ എപ്പിസോഡ് 1 ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബും ചെയ്യുക. എപ്പിസോഡ് 2ന്റെ എക്സ്പ്ലനേഷനുമായിട്ട് അധികം വൈകാതെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ബൈ.